യൂറോപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ആക്രമണം നടക്കാറുണ്ട്. ഫ്രാൻസ്, ജർമ്മനി അങ്ങനെയുള്ള രാജ്യങ്ങളിൽ എപ്പോഴും നിരന്തരം ഭീകരാക്രമണങ്ങൾ നടക്കാറുണ്ട്. UK-യിലും ഇപ്പോൾ ഭീകരാക്രമണങ്ങൾ നടക്കാറുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു അറ്റാക്ക് UK-യിൽ നടന്നു. ഇത് ഭീകരാക്രമണമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ആ ആക്രമണത്തിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് ഇന്ത്യ മലയാളം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ലിവർപൂൾ FC വിജയാഘോഷത്തിനിടെ ആൾക്കൂട്ടത്തിലേക്ക് ഒരു കാർ പാഞ്ഞു കയറി. ഇങ്ങനെയാണ് സാധാരണ ഭീകരാക്രമണത്തിൻ്റെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫ്രാൻസിലൊക്കെ ഭീകരാക്രമണം ഇത്തരത്തിലാണ് നടക്കുന്നത്. ജർമ്മനിയിലാണെങ്കിൽ കത്തിക്കുത്താണ്, വേറൊരു വെറൈറ്റിയാണ് ഭീകരാക്രമണം എന്ന് പറയുന്നത്. ഇപ്പോഴിതാ ഇവിടെ ലിവർപൂൾ FC വിജയാഘോഷത്തിൻ്റെ ആൾക്കൂട്ടത്തിലേക്ക് ഒരു കാർ ഇടിച്ചു കയറി 50 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം ലിവർപൂൾ ഫുട്ബോൾ ക്ലബിൻ്റെ പ്രീമിയർ ലീഗ് വിജയപരേഡ് അരാജകത്വത്തിൽ കലാശിച്ചു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നഗരമധ്യത്തിൽ കാൽനട യാത്രക്കാർക്കിടയിൽ ഒരു കാർ ഇടിച്ചു കയറി കുട്ടികളടക്കം 50ഓളം ആൾക്കാർക്ക് പരിക്കേറ്റു. പ്രധാന പരേഡിന് ശേഷം റോഡുകൾ വീണ്ടും തുറന്നതിന് ശേഷം റോയൽ ലിവർ ബിൽഡിങ്ങിൽ നിന്നും ടൗൺ ഹാളിൽ നിന്നും മീറ്ററുകൾ അകലെ നഗരഹൃദയത്തിലേക്കുള്ള വാട്ടർ സ്ട്രീറ്റിൽ ഇടി നടന്ന സ്ഥലത്ത് വെച്ച് വാഹനത്തിൻ്റെ ഡ്രൈവർ എന്ന് കരുതപ്പെടുന്ന 50 വയസ്സുള്ള ഒരു വെളുത്ത വർഗ്ഗക്കാരനെ, ബ്രിട്ടീഷുകാരനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. Fuck me. Wow. I'm all right. Shit. Now me, what the fuck? Wow. Oh, no way. No way, what the fuck? Shit. Wow, you need to get on it, guys. Fucking hell. What the fuck? Wow. Some absolute knobhead here. It's just come through the fucking car. What an absolute cunt. Literally ripped through everyone. Just drove through the lot. Isn't that all about? Wow. Wow, no way, mate. I swear down. What an absolute piss take. Wow. പ്രീമിയർ ലീഗ് വിജയം ആഘോഷിക്കാൻ ആയിരക്കണക്കിന് ലിവർപൂൾ ആരാധകർ തെരുവുകളിൽ നിരന്നിരുന്ന് ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വൈകുന്നേരം 6 മണിയോടെ അടിയന്തര സേവനങ്ങൾ എത്തിയതോടെ ഭയത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും ദൃശ്യങ്ങൾക്ക് വഴിമാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രാത്രി വൈകി നടന്ന പത്രസമ്മേളനത്തിൽ നോർത്ത് വെസ്റ്റ് ആംബുലൻസ് സർവീസ് 27 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൂടാതെ വാട്ടർ സ്ട്രീറ്റ് സമീപത്തുള്ള സ്ഥലത്ത് 20 രോഗികൾക്ക് ചികിത്സ നൽകി. ആകെ 4 കുട്ടികളാണ് ഇപ്പോൾ അത്യാസന്ന നിലയിൽ കഴിയുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോട് ചേർത്ത് പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.